പുതുവർഷം പിറന്നതിന് പിന്നാലെ ലബനനിലേക്ക് ഇസ്രായേലി സേനയുടെ കനത്ത ആക്രമണം. തെക്കൻ ലബനനിലെ ഗ്രാമങ്ങൾ ഒന്നടങ്കം അഗ്നിക്കിരയാക്കി ഇസ്രായേലി സേന എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എലൈറ്റ് റദ്വാൻ ഫോഴ്സിന്റെ ഒരു ട്രെയിനിങ് ക്യാമ്പിനെ ഒന്നാകെ ബോംബാക്രമണത്തിൽ തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേലി സേന എന്നാണ് ഇപ്പോൾ ലബനീസ് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്ന വാർത്തകൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണത്തിൽ നിരവധി ഹിസ്ബുള്ള ഭീകരന്മാരെ വധിച്ചതായി ഇസ്രായേലി സേന അവകാശപ്പെടുന്നുണ്ട്. തെക്കൻ ലബനനിലെ ഒരു ഗ്രാമത്തെ ഒന്നടങ്കം ഇസ്രായേലി സേന അഗ്നിക്കിരയാക്കിയെന്നും ഗ്രാമത്തിലുടനീളം മണിക്കൂറുകൾ നീണ്ട ഇസ്രായേലി സേനയുടെ വ്യോമാക്രമണം ഉണ്ടായി എന്നുമാണ് ഇപ്പോൾ IDF വെളിപ്പെടുത്തുന്നത്. തെക്കൻ ലബനനിലെ ഒരു ഗ്രാമത്തിൽ പ്രവർത്തിച്ചിരുന്ന എലൈറ്റ് റദ്വാൻ ഫോഴ്സിന്റെ ട്രെയിനിങ് ക്യാമ്പ്, ഈ ട്രെയിനിങ് ക്യാമ്പിന്റെ മറവിൽ നിരവധി ഹിസ്ബുള്ള ഭീകരന്മാരാണ് ഇസ്രായേലിന് നേരെ യുദ്ധത്തിനായി തയ്യാറെടുത്തിരുന്നത്. ഇവിടെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധ പരിശീലനവും അതുപോലെ എലൈറ്റ് റദ്വാൻ ഫോഴ്സിന്റെ പുതിയ ട്രെയിനികളുടെ പരിശീലന ക്യാമ്പുകളും പ്രവർത്തിച്ചിരുന്നു. ഈ പരിശീലന ക്യാമ്പുകളും ഈ ട്രെയിനിങ് ക്യാമ്പും ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ മറവിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കിയ മൊസാദിന്റെ ചാരന്മാർ IDF-ന് ഇത് സംബന്ധിച്ച് നിർണായകമായ വിവരങ്ങൾ കൈമാറുകയായിരുന്നു. IDF ആകട്ടെ രാത്രിയുടെ മറവിൽ, ഇരുട്ടിന്റെ മറവിൽ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് അതിരൂക്ഷമായിട്ടുള്ള വ്യോമാക്രമണം നടത്തുകയുണ്ടായി. ആ വ്യോമാക്രമണത്തിൽ തകർന്നടിഞ്ഞത് നൂറുകണക്കിന് ഹിസ്ബുള്ളയുടെ കെട്ടിടങ്ങളാണ്. സ്കൂൾ കെട്ടിടങ്ങൾ ഒന്നാകെ തന്നെ തകർന്ന് തരിപ്പണമായി എന്നാണ് ഇപ്പോൾ IDF നൽകുന്ന വിശദീകരണം. നിരവധി ഹിസ്ബുള്ള ഭീകരന്മാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നും IDF വ്യക്തമാക്കുന്നുണ്ട്. പുതുവർഷത്തിന് പിന്നാലെ ലബനനിലേക്ക് നടത്തിയ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ബുധനാഴ്ച തെക്കൻ ലബനനിലെ വിവിധ മേഖലകളിലേക്കായി നടത്തിയത്. ഈ ആക്രമണത്തിലാണ് നിരവധി ഹിസ്ബുള്ള ഭീകരന്മാർ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നത്. വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണ് ഹിസ്ബുള്ള നടത്തുന്നതെന്നും ഇസ്രായേലിനെതിരെ യുദ്ധം നടത്താൻ വേണ്ടി വലിയ മുന്നൊരുക്കങ്ങൾ ലബനന്റെ വിവിധ ഭാഗങ്ങളിൽ ഹിസ്ബുള്ള നടത്തുന്നതായും IDF അവകാശപ്പെട്ടു. ഈ മുന്നൊരുക്കങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഇസ്രായേലി സേന ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻ സെന്ററുകളിലേക്ക്, ഹിസ്ബുള്ളയുടെ പരിശീലന കേന്ദ്രങ്ങളിലേക്ക്, ആയുധ ഡിപ്പോകളിലേക്കൊക്കെ ഇത്രയും രൂക്ഷമായ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിലാണ് ഇപ്പോൾ വൻ സ്ഫോടനങ്ങളും വൻ തീപിടുത്തവും ഉണ്ടായത് എന്ന് ഇസ്രായേലി സേന വെളിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇസ്രായേലിന്റെ ആക്രമണം അതിരൂക്ഷമായിരുന്നു എന്നാണ് ലബനനിലുള്ള മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2023 നവംബർ മാസത്തിലാണ് ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന് 2.5 വർഷം പിന്നിടുമ്പോഴും, അല്ലെങ്കിൽ 2.5 വർഷം പിന്നിടുമ്പോഴും ഇതിനിടയിൽ പലതവണ ഇസ്രായേലി സേന ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനനിൽ ആക്രമണം നടത്തി. ഹിസ്ബുള്ളയുടെ കണക്ക് പ്രകാരമാണെങ്കിൽ 1900-ലധികം തവണയാണ് ഇസ്രായേലി സേന വെടിനിർത്തൽ കരാറിന് ലംഘിച്ചുകൊണ്ട് ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണങ്ങൾ സംഘടിപ്പിച്ചത്. ഈ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ നട്ടെല്ലൊടിച്ചു ഇസ്രായേൽ എന്നതിൽ യാതൊരു സംശയവുമില്ല. 2023 തന്നെ 65 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിലാണ് ഹസൻ നസറുള്ള അടക്കമുള്ള ഹിസ്ബുള്ളയുടെ തലവന്മാരെ ഒന്നടങ്കം ഇസ്രായേലി സേന വധിച്ചത്. ബെയ്റൂട്ടിലേക്ക്, ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തിന് നേരെ ക്ലസ്റ്റർ ബോംബുകൾ ഇട്ട്, 10 കണക്കിന് ഭാരമുള്ള ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. ആ ആക്രമണത്തിലാണ് ഹസൻ നസറുള്ള അടക്കമുള്ള ഹിസ്ബുള്ളയുടെ 1ാം നിര, 2ാം നിര, 3ാം നിര നേതാക്കന്മാർ ഒന്നടങ്കം ചത്തൊടുങ്ങിയത്. അതിന് പിന്നാലെ ഈ ആക്രമണം ഒരിക്കലും അവസാനിപ്പിക്കാതെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി സേന. ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ബുധനാഴ്ച തെക്കൻ ലബനനിലെ വിവിധ മേഖലകളിലേക്കായി നടത്തിയത്. ഈ ആക്രമണത്തിലാണ് നിരവധി ഹിസ്ബുള്ള ഭീകരന്മാർ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നത്. വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണ് ഹിസ്ബുള്ള നടത്തുന്നതെന്നും ഇസ്രായേലിനെതിരെ യുദ്ധം നടത്താൻ വേണ്ടി വലിയ മുന്നൊരുക്കങ്ങൾ ലബനന്റെ വിവിധ ഭാഗങ്ങളിൽ ഹിസ്ബുള്ള നടത്തുന്നതായും IDF അവകാശപ്പെട്ടു. ഈ മുന്നൊരുക്കങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഇസ്രായേലി സേന ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻ സെന്ററുകളിലേക്ക്, ഹിസ്ബുള്ളയുടെ പരിശീലന കേന്ദ്രങ്ങളിലേക്ക്, ആയുധ ഡിപ്പോകളിലേക്കൊക്കെ ഇത്രയും രൂക്ഷമായ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിലാണ് ഇപ്പോൾ വൻ സ്ഫോടനങ്ങളും വൻ തീപിടുത്തവും ഉണ്ടായത് എന്ന് ഇസ്രായേലി സേന വെളിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇസ്രായേലിന്റെ ആക്രമണം അതിരൂക്ഷമായിരുന്നു എന്നാണ് ലബനനിലുള്ള മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2023 നവംബർ മാസത്തിലാണ് ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന് 2.5 വർഷം പിന്നിടുമ്പോഴും, അല്ലെങ്കിൽ 2.5 വർഷം പിന്നിടുമ്പോഴും ഇതിനിടയിൽ പലതവണ ഇസ്രായേലി സേന
ഹിസ്ബുള്ളക്കെതിരെ ലെബനനിൽ ആക്രമണം നടത്തി. ഹിസ്ബുള്ളയുടെ കണക്ക് പ്രകാരമാണെങ്കിൽ 1900-ലധികം തവണയാണ് ഇസ്രായേലി സേന വെടിനിർത്തൽ കരാറിന് ലംഘിച്ചുകൊണ്ട് ഹിസ്ബുള്ളക്കെതിരെ ആക്രമണങ്ങൾ സംഘടിപ്പിച്ചത്. ഈ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ നട്ടെല്ലൊടിച്ചു ഇസ്രായേൽ എന്നതിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ബുധനാഴ്ച തെക്കൻ ലെബനനിലെ വിവിധ മേഖലകളിലേക്കായി നടത്തിയത്. ഈ ആക്രമണത്തിലാണ് നിരവധി ഹിസ്ബുള്ള ഭീകരന്മാർ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നത്. വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണ് ഹിസ്ബുള്ള നടത്തുന്നതെന്നും ഇസ്രായേലിനെതിരെ യുദ്ധം നടത്താൻ വേണ്ടി വലിയ മുന്നൊരുക്കങ്ങൾ ലെബനന്റെ വിവിധ ഭാഗങ്ങളിൽ ഹിസ്ബുള്ള നടത്തുന്നതായും IDF അവകാശപ്പെട്ടു. ഈ മുന്നൊരുക്കങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഇസ്രായേലി സേന ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻ സെന്ററുകളിലേക്ക്, ഹിസ്ബുള്ളയുടെ പരിശീലന കേന്ദ്രങ്ങളിലേക്ക്, ആയുധ ഡിപ്പോകളിലേക്കൊക്കെ ഇത്രയും രൂക്ഷമായ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിലാണ് ഇപ്പോൾ വൻ സ്ഫോടനങ്ങളും വൻ തീപിടുത്തവും ഉണ്ടായത് എന്ന് ഇസ്രായേലി സേന വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ ആക്രമണം അതിരൂക്ഷമായിരുന്നു എന്നാണ് ലെബനനിലുള്ള മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2023 നവംബർ മാസത്തിലാണ് ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന് 2.5 വർഷം പിന്നിടുമ്പോഴും അല്ലെങ്കിൽ 2.5 വർഷം പിന്നിടുമ്പോഴും ഇതിനിടയിൽ പലതവണ ഇസ്രായേലി സേന ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനനിൽ ആക്രമണം നടത്തി. ഹിസ്ബുള്ളയുടെ കണക്ക് പ്രകാരമാണെങ്കിൽ 1900-ലധികം തവണയാണ് ഇസ്രായേലി സേന വെടിനിർത്തൽ കരാറിന് ലംഘിച്ചുകൊണ്ട് ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണങ്ങൾ സംഘടിപ്പിച്ചത്. ഈ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ നട്ടെല്ലൊടിച്ചു ഇസ്രായേൽ എന്നതിൽ യാതൊരു സംശയവുമില്ല. 2023 ഒക്ടോബർ മാസം 7-ന് ഹമാസിന്റെ ഭീകരന്മാർ ഇസ്രായേലിനുള്ളിൽ കടന്നു കയറി നടത്തിയ ക്രൂരമായിട്ടുള്ള ആ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായേലി സേന ഹമാസിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചത്. ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിൽ പ്രതിഷേധിച്ചാണ് ഹിസ്ബുള്ള ഭീകരന്മാർ ലെബനനിൽ നിന്ന് പലതവണയായി ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണങ്ങളും അതുപോലെ മിസൈൽ ആക്രമണങ്ങളും ആരംഭിച്ചത്. ഒടുവിൽ ഈ മിസൈൽ ആക്രമണങ്ങളും റോക്കറ്റ് ആക്രമണങ്ങളും രൂക്ഷമായതോടുകൂടി തന്നെ വടക്കൻ ഇസ്രായേലിൽ നിന്ന് 50,000-ഓളം ഇസ്രായേലി പൗരന്മാർ അവർ ജീവനും കൊണ്ട് ഇസ്രായേലിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതോടുകൂടി ഹമാസിനെതിരെ നടത്തിയ യുദ്ധം ഹിസ്ബുള്ളയ്ക്കെതിരെ കൂടി നടത്തുവാൻ ഇസ്രായേൽ നിർബന്ധിതമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പിന്നാലെ ലോകം കണ്ടത് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ആക്രമണമായിരുന്നു. 65 ദിവസം കൊണ്ട് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ നട്ടെല്ലൊടിച്ചു ഇസ്രായേലി സേന. ഹിസ്ബുള്ളയുടെ 1ാം നിര, 2ാം നിര, 3ാം നിര നേതാക്കന്മാരെയൊക്കെ തന്നെ വധിച്ചു ഇസ്രായേലി സേന. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തേക്ക് ഇസ്രായേലി സേന നടത്തിയ ആക്രമണം അത് ഒന്നാം ലോക ചരിത്രത്തിലും 2ാം ലോക മഹായുദ്ധത്തിലും പോലും കണ്ടിട്ടുള്ള തരത്തിലുള്ള അതിരൂക്ഷമായ ആക്രമണമായിരുന്നു. ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരം തകർന്നടിഞ്ഞു. 10 കണക്കിന് ഭാരമുള്ള ക്ലസ്റ്റർ ബോംബുകളാണ് ഈ ആക്രമണത്തിന് ഇസ്രായേലി സേന ഉപയോഗിച്ചത്. ആക്രമണത്തിന് പിന്നാലെ ബഹുനില കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞു എന്ന് മാത്രമല്ല, ആക്രമണം നടത്തിയിടത്ത് മീറ്ററുകൾ ആഴമുള്ള വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു എന്നുള്ളത് ഈ ആക്രമണത്തിന്റെ വ്യാപ്തി തന്നെ വ്യക്തമാക്കുന്നതാണ്. അങ്ങനെ ഹസൻ നസറുള്ളയെയും 2ാം കിട നേതാക്കന്മാരെയും ഒന്നൊന്നായി ഇസ്രായേലി സേന വധിച്ചു മുന്നേറി. ഒടുവിൽ ഇസ്രായേലി ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അമേരിക്കയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് വെടിനിർത്തൽ സാധ്യമാക്കി ഹിസ്ബുള്ള. എന്നാൽ അതിന് പിന്നാലെ ഇറാന്റെ സഹായത്തോടു കൂടി അതുപോലെ ഹമാസിന്റെയും സിറിയയുടെയും സഹായത്തോടു കൂടി വീണ്ടും ഒരു പുനരുജ്ജീവനത്തിനും വീണ്ടും ഒരു തിരിച്ചുവരവിനുള്ള ശ്രമങ്ങൾ ഹിസ്ബുള്ള നടത്തി. അത് ഏറെക്കുറെ സാധ്യമാകുന്ന ഘട്ടത്തിലാണ് ഇസ്രായേലിന്റെ 2ാം ആക്രമണ പരമ്പര ഉണ്ടാകുന്നത്. ആ 2ാം ആക്രമണ പരമ്പരയുടെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസവും ലെബനനിൽ നടത്തിയത് ഇസ്രായേലി സേന. തെക്കൻ ലെബനനിലടക്കം എവിടെയൊക്കെയാണോ ഹിസ്ബുള്ള തിരിച്ചു വരാൻ സാധ്യതയുള്ളത്, ഹിസ്ബുള്ള ശക്തി പ്രാപിക്കുന്നത്, ആ ഇടത്തേക്കെല്ലാം തന്നെ ഇസ്രായേലിന്റെ അതിമാരകമായ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ആ ആക്രമണങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഹിസ്ബുള്ള ഇപ്പോൾ പഴയതിനേക്കാൾ നശിച്ച അവസ്ഥയിലാണ്. ഇസ്രായേലിന്റെ ഓരോ ആക്രമണവും ഹിസ്ബുള്ളയുടെ നെഞ്ചു പിളർക്കുന്നതാണ്, നെഞ്ചു തളർത്തുന്നതാണ്. അത്രത്തോളം രൂക്ഷമായ ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ ലെബനനിലും ലെബനന്റെ മറ്റു ഭാഗങ്ങളിലും ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്.